നമസ്കാരം. പരുന്തുംപാറയിലെ കുരിശുകൃഷി നേതാവുണ്ടല്ലോ സജിത് ജോസഫ്. ഇയാളെ കുറിച്ചുള്ള വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ വരുന്നത്. ഇദ്ദേഹം ഒരു വലിയ ഭൂമി തട്ടിപ്പുകാരനാണ് എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം പലയിടങ്ങളിലായി ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പരുന്തുംപാറയിൽ ഇദ്ദേഹത്തിന്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയുന്നു. പക്ഷേ അതൊരു റിസോർട്ടാണ്. ഈ റിസോർട്ടിന് സമീപമാണ് ഇപ്പോൾ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി വരുമ്പോൾ അത് സർക്കാർ ഭൂമി ആയിട്ട് കണക്കാക്കപ്പെടുമ്പോൾ അവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് മതപരമായ ചിന്താഗതികളിലേക്ക് അതിനെ മാറ്റി അതിനെ മറികടന്ന് ആ ഭൂമി സ്വന്തമാക്കുന്ന രീതിയാണോ ഈ സജിത് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ആവിഷ്കരിക്കുന്നത്. ഇദ്ദേഹത്തെ നമ്മൾ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്നുമില്ല. ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സ്വദേശിയാണ് എന്ന് കരുതപ്പെടുന്നു. ഇദ്ദേഹം കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു സഭയിലേക്ക് മാറി പ്രവർത്തിച്ചു. പെന്തക്കോസ്റ്റൽ മിഷനിൽ പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം വീണ്ടും കത്തോലിക്ക വിശ്വാസിയായി മാറി കത്തോലിക്ക സഭയിലേക്ക് വന്നു. ഇപ്പോൾ അദ്ദേഹം സ്വന്തമായി ഒരു സഭയുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ യോഹന്നാനെ പോലെ സ്വന്തമായി ഒരു സഭ സ്ഥാപിച്ച് അതിൽ ബിഷപ്പായി ഇരിക്കാനുള്ള, അതായത് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളത്തിൽ വെച്ച് കൊല്ലപ്പെട്ട KP യോഹന്നാൻ, താറാവ് യോഹന്നാൻ എന്നും അറിയപ്പെടും. മരിച്ചുപോയ വ്യക്തിയായതുകൊണ്ടൊന്നും അധികം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അനവധി തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴുമുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു ജൂനിയർ യോഹന്നാനായി മാറാനുള്ള ശ്രമത്തിലാണോ സജിത് ജോസഫ് എന്ന ചോദ്യമാണ് ഇവിടെ ക്രിസ്തീയ സമൂഹം തന്നെ ചോദിക്കുന്നത്. ക്രിസ്തീയ സമൂഹത്തെ കൂടി അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പല വേലകളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഇത്തരത്തിൽ രോഗശാന്തിയൊക്കെ നടക്കുമെങ്കിൽ ആശുപത്രികളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഇതുപോലെയുള്ള ആളുകളെ രോഗശാന്തിക്കായി വിവിധ മേഖലകളിലേക്ക് അയച്ചാൽ മതിയല്ലോ. അതുപോലെ ഈ ധ്യാന കേന്ദ്രം പണിയുന്നതിനും അതുപോലെ റിസോർട്ട് പണിയുന്നതിനും ഒക്കെ നിരവധി ഏക്കർ കണക്കിന് ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പലരിൽ നിന്നും സംഭാവന വാങ്ങിയിട്ടുണ്ട്. വിദേശത്തു നിന്നും ധാരാളം ഫണ്ട് ഈ സജിത് ജോസഫിന്റെ സഭയിലേക്ക് അല്ലെങ്കിൽ ഇയാളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്ന വാർത്തകൾ സ്ഥിരീകരിച്ചതും സ്ഥിരീകരിക്കാത്തതുമായ വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വരുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ക്രിസ്തീയ സമുദായത്തിന് തന്നെ, ക്രിസ്തീയ വിശ്വാസികളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ യഥാർത്ഥ രീതിയിൽ സഭയ്ക്ക് ഒരു പള്ളി പണിയണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ആരാധനാ കേന്ദ്രം തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കുരിശ് എവിടെയെങ്കിലും സ്ഥാപിക്കണമെങ്കിലോ അതൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക്, കാരണം ഇത്തരത്തിൽ കുരിശ് സ്ഥാപിക്കപ്പെട്ടാൽ അത് ഭൂമി കയ്യേറാനാണ് എന്ന ഒരു ചിന്താഗതി കടന്നുവരും, എന്നൊരു തെറ്റിദ്ധാരണ കടന്നുവരും. ഇത്തരത്തിലുള്ള ആളുകൾ കുരിശിനെ, ഈശ്വര വിശ്വാസങ്ങൾ, ഈശ്വര സങ്കല്പങ്ങൾ, ക്രിസ്തീയ മതത്തെ, ക്രിസ്തീയ മതഗ്രന്ഥങ്ങളെ ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന്റെയൊക്കെ മറവിൽ തന്നെ നിരവധി ചൂഷണങ്ങൾ നടത്തുന്നു, നിരവധി ഭൂതട്ടിപ്പുകൾ നടത്തുന്നു, ലക്ഷക്കണക്കിന് രൂപ ഇതുവഴി സമ്പാദിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ആളുകളെ ക്രിസ്തീയ സമൂഹം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഇദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ നിയമ നടപടിക്ക് തീർച്ചയായിട്ടും ക്രിസ്തീയ സഭ ശുപാർശ ചെയ്യണം. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങളെ, നിങ്ങളുടെ പ്രമാണങ്ങളെയൊക്കെ വിറ്റാണ് ഇയാൾ ജീവിക്കുന്നത്, പണം ധാരാളമായി വാങ്ങിക്കൂട്ടുന്നത്. സർക്കാർ ഭൂമിയാണ് കയ്യേറുന്നത്. പലപ്പോഴും അനധികൃതമായി പലരുടെയും ഭൂമി കയ്യേറുന്നു. അവിടെ കുരിശ് സ്ഥാപിക്കുന്നു, അവിടെ ധ്യാനകേന്ദ്രം എന്ന പേരിൽ റിസോർട്ടുകൾ പണിയുന്നു, അതൊരു ബിസിനസ് സാമ്രാജ്യമായി വളർത്തിയെടുക്കുന്നു. ഇതാണ് ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിനോ ഇതിന് മുൻപ് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം ഇത് മതത്തെ തൊട്ടുള്ള കളിയാണ്, അല്ലെങ്കിൽ മതത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള കളിയാണ്. മതമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നത്. കുരിശ് കണ്ടാൽ കൈവിറയ്ക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ, സജിത് ജോസഫിനെ പോലുള്ള ആളുകൾ ധാരാളം കുരിശുകളുമായി ഇനിയും എത്തും. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് അതുവഴി നടക്കും. വിദേശ ഫണ്ട് സ്വീകരിക്കും. ജനങ്ങളെ പറ്റിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞു പറ്റിച്ച് അവരെ, വിശ്വാസികളെ കൂടെ ചേർക്കും. ക്രിസ്തീയ വിശ്വാസികൾ ശക്തമായി എതിർക്കണം. ധാരാളം ക്രിസ്തീയ സഭാ വിശ്വാസികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു പെരുങ്കള്ളനാണ്, തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പലരും വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ പല ചെയ്തികളും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും നിയമപരമായി ഇതിനെ നേരിടണം, നിയമപരമായി ഇതിനെ കൈകാര്യം ചെയ്യണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ദൈവത്തിന്റെ പേര് പറഞ്ഞ് കുരിശ് സ്ഥാപിച്ച് നിയമത്തെ വെല്ലുവിളിച്ച് ക്രിസ്തീയ സഭാവിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് സജിത് ജോസഫിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന് ആശാസ്യകരമായ കാര്യമായിരിക്കില്ല. നിയമപരമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണം, പരിശോധിക്കണം. എന്തായിരുന്നു ഇയാളുടെ ചരിത്രം, ഇയാൾ എന്തൊക്കെ ചെയ്യുകയാണ്, ഇയാളുടെ ബന്ധങ്ങൾ എവിടെയാണ്, ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.
തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.